ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ടെയിൽ. നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ടെയിലിൽ അധികം വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിങ്ങനെ വിചാരിക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു. അതിൽ ഒരു സീരീസാണ് ഗ്രാമർ സീരീസ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഗ്രാമർ വളരെ ബോറാണ്. സ്റ്റുഡൻസ് ഒക്കെ പറയും നമ്മൾ പഠിപ്പിക്കുമ്പോൾ മാമെ ഗ്രാമർ വേണ്ട, വല്ല കഥയും കവിതയൊക്കെ മതി എന്ന് പറയും. സോ അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്നാൽ എന്തെങ്കിലും ഒരു കഥകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗ്രാമർ പഠിക്കാം. അപ്പം ഏറ്റവും ബേസിക്സ് ആണ് നമുക്ക് പഠിക്കാം. ബേസിക് ആയിട്ടുള്ളതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അതിപ്പോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും നമ്മളിപ്പം അല്ലാതെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്കാണെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ധാരണ വേണം. സോ പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ ഒരു കഥയിലൂടെയാണ് നമ്മൾ ഇന്ന് പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കാൻ പോകുന്നത്. എനിക്കുണ്ട് ഒരു ഫ്രണ്ട് റിയ. സോ റിയ ഇത് കാണുകയാണെങ്കിൽ അപ്പം പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് പറയാം. verb, adverb, noun, pronoun, adjective, preposition, conjunction, interjection. അപ്പൊ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്? നമ്മളിപ്പോ ഒരു സിനിമ ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ സിനിമ. അപ്പൊ ഒരു സിനിമ, ഒരു മൂവി ക്രൂവില് പലർക്കും പല റോളാണ്. ആക്ടർ ഉണ്ട്, ആക്ട്രസ് ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ലൈറ്റ് ബോയ് ഉണ്ട്. അങ്ങനെ പലർക്കും പല റോളാണ്. എന്നാൽ ഇതൊരു സെൻസ് ഉണ്ടാക്കത്തുള്ളൂ. ആസ് എ ഫിലിം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇവരെല്ലാം കൂടി ഇല്ലെങ്കിൽ ആ ഒരു മൂവി നമുക്ക് കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മൾ ഈ വേർഡ്സിനും കാറ്റഗറൈസ് ചെയ്ത് ഓരോ ജോലികൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ സിനിമ പോലല്ല ഗ്രാമറിൽ. ചില വേർഡ്സ് ചിലയിടത്ത് നൗണായിട്ടും ചിലയിടത്ത് വേർബൊക്കെ ആയിട്ടും മാറും. സോ അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ മാം ഇങ്ങനല്ലല്ലോ കഴിഞ്ഞ ചാപ്റ്ററിൽ ഇത് പറഞ്ഞത് എന്നുള്ള ഡൗട്ട് വരും. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ ലൈക്ക് യുവർ ലാഫ്, ഡു യു ലാഫ്? ഈ സെന്റൻസിന്റെ അർത്ഥം എന്താ? ഐ ലൈക്ക് യുവർ ലാഫ്, എനിക്ക് നിന്റെ ചിരി ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ലാഫ് എന്ന് പറയുന്നത് നിന്റെ ചിരി, അതൊരു നൗണാണ്. നീ ചിരിച്ചോ? ഡു യു ലാഫ്? ഇവിടെ ചിരിച്ചോ എന്ന് ചോദിക്കുന്നത് നിന്റെ ആക്ഷൻ. നീ ചിരിച്ചോ? ഡു യു ലാഫ്? ഇവിടെ ഇത് വേർബായിട്ട് വരും. എപ്പോഴും ഒന്നുമില്ല, ചിലപ്പോ ചില വേർഡ്സിൽ ചില സെന്റൻസസിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ ക്വിക്കായിട്ട് നമുക്കൊരു കഥയിലൂടെ എന്തൊക്കെയാണെന്നും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ റിയമോളുടെ കഥ ഞാൻ ഒന്ന് പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്. സോ അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് വേർബ് എന്ന് പറഞ്ഞാൽ. എന്താണ് വേർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ്. നമ്മൾ ഓടുന്നു, റൺ, സ്ലീപ്പ്, ഇതൊക്കെ ഈസ് എന്നത് ഒരു വേർബാണ്. ആയിരിക്കുന്ന അവസ്ഥകൾ എല്ലാം വേർബാണ്. ആഡ്വേർബ് എന്ന് പറഞ്ഞാൽ ഒരു വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡാണ് ആഡ്വേർബ്. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം, പ്ലേസ്, തിങ്, ആനിമൽ, എല്ലാ കാര്യങ്ങളും നൗൺസിൽ വരും. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ്. ആഡ്ജക്റ്റീവ് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്. പ്രപ്പോസിഷൻ ഇൻ, അണ്ടർ, അബവ് എന്നൊക്കെ പറയുന്നതൊക്കെ പ്രപ്പോസിഷൻസ് ആണ്. കൺജക്ഷൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യുന്നത്. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നൊരു സർപ്രൈസ് നമുക്ക് നോക്കാം. അപ്പോൾ റിയമോളുടെ കഥയിലൂടെ നമുക്ക് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ സ്പോട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യം നമുക്ക് വേർബ്സ് ചെയ്യുന്നതിനകത്ത് നോക്കാം. റിയ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, വേർബ്സ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തികൾ. എന്തൊക്കെ കാര്യം റിയ ചെയ്തു? റിയ ക്വിക്ലി ഓപ്പൺഡ്, അവള് ബോക്സ് തുറന്നു. അത് കണ്ടപ്പോ അവള് ചിരിച്ചു. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? അവൾ അതിൽ എന്ത് കണ്ടുപിടിച്ചു? അവളൊരു ബ്യൂട്ടിഫുൾ നെക്ലേസ് അതിൽ കണ്ടുപിടിച്ചു. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ where it came from. എല്ലാരും അത്ഭുതത്തോടെ നോക്കി. ഇതൊക്കെയാണ് പ്രവൃത്തികൾ റിയ ചെയ്ത പ്രവൃത്തി. ബാക്കിയുള്ളവർ ചെയ്ത പ്രവൃത്തി അവരെല്ലാം നോക്കി. സോ ഇതൊക്കെ വേർബ്സ് ആണ്. ഇനിയും ആഡ്വേർബ്സ്. ഈ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. അതിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടുന്നു, വേർബിന് ഭംഗി കൂട്ടുന്നു. റിയ വെറുതെ വേണം നമുക്ക് എഴുതാൻ. റിയ ഒരു വുഡൻ ബോക്സ് തുറന്നു നമുക്ക് വെറുതെ എഴുതാം. റിയ ഓപ്പൺ ദ വുഡൻ ബോക്സ്. പക്ഷെ അതിനു മുമ്പ് ഒരു വേർഡ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. റിയ ക്വിക്ലി ഓപ്പൺ. അവള് പതുക്കെ ഒന്നും അല്ല ആടി എന്നാ പതുക്കെ തുറക്കാന്ന് പറഞ്ഞൊന്നും അല്ല. അവള് ക്വിക്ലി ഓപ്പൺ. സോ ക്വിക്ലി ഒരു ആഡ്വേർബ് ആണ്. ആഡ്വേർബ്സ് മിക്കവാറും ly വെച്ചാണ് എൻഡ് ചെയ്യുന്നത്. അവള് ചിരിച്ചു. വെറുതെ ആണോ ചിരിച്ചത്? ഭയങ്കര സന്തോഷത്തോടെ അവള് ചിരിച്ചു.
സോ ചിരിയേം അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോടെ അവൾ ചിരിച്ചു. നമുക്ക് വേറെ ആഡ്വേർബ്സ് ഒന്നുമില്ല. ക്വിക്ലിയും ഹാപ്പിലിയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആഡ്വേർബ്സ്, വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്. നെക്സ്റ്റ് ഇനി നൗൺ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പേരുകളോ സ്ഥലങ്ങളോ വസ്തുക്കളോ ഇവയൊക്കെ നൗൺസിൽ വരും. സോ ഇവിടെ ആരുടെ പേരാണ്? ആദ്യം തന്നെ നമ്മൾ നൗണിലാണല്ലോ തുടങ്ങിയിരിക്കുന്നത്. ആരാ? നമ്മുടെ റിയമോൾ. റിയ ഇസ് എ നൗൺ. ഇനി ഏതെങ്കിലും നൗൺ ഉണ്ടോ? അവൾ എന്താ തുറന്നത്? ഒരു വസ്തുവല്ലേ അവൾ തുറന്നേ? അവളൊരു ബോക്സ് ആണ് തുറന്നത് അല്ലേ? അല്ലെ നമുക്ക് വുഡൻ ബോക്സ് എന്നും പറയാം. ഞാൻ ഇവിടെ ബോക്സ് ആണ്, അതൊരു നൗൺ ആണ്. ഇനി വേറെ എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും സാധനങ്ങളോ പേരോ വല്ലതും ഉണ്ടോ? നെക്ലേസ് ഉണ്ടല്ലോ. ഇനി എന്തെങ്കിലും നൗൺസ് ഉണ്ടോ? സർപ്രൈസ് ഒരു നൗൺ ആണ്. സർപ്രൈസ് ഒരു നൗൺ ആണ്. അത് ആബ്സ്ട്രാക്ട് നൗൺ എന്നൊക്കെ പറഞ്ഞു വരുന്ന നമുക്കതൊരു കോൺസെപ്റ്റ് എടുക്കാം. അതായത് നമ്മുടെ ലവ് എന്നൊക്കെ പറയുന്ന വികാരങ്ങളും സന്തോഷം ഇതൊക്കെ ആബ്സ്ട്രാക്ട് നൗൺസ് വരും. സോ സർപ്രൈസും നൗൺ ആണ്. ഇനി പ്രോനൗൺ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. ഹി, ഷീ, ഇറ്റ് ഇതൊക്കെ പ്രോനൗൺസ് ആണ്. ദേ, വി ഇവരൊക്കെ പ്രോനൗൺസ് ആണ്. അങ്ങനെ എന്തെങ്കിലും വേർഡ്സ് നിങ്ങൾ സ്പോട്ട് ചെയ്തോ? റിയനെ നെക്സ്റ്റ് സെന്റൻസിൽ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഷീ. റിയയ്ക്ക് പകരം ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് ഷീ. സോ ഷീ ഈസ് എ പ്രോനൗൺ. റിയാന്ന് പ്രോനൗണിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. റിയ ക്വിക്ലി ഓപ്പൺ ദ വുഡൻ ബോക്സ് ആൻഡ് സ്മൈൽ ഹാപ്പിലി. റിയ എന്നിട്ട് ചിരിച്ചു, റിയയ്ക്ക് സന്തോഷമായി. നമ്മൾ അങ്ങനെയല്ല പറയുന്നത്. അവൾക്ക് നമ്മൾ മലയാളത്തിലാണെങ്കിലും പറയുന്നത് അല്ലേ? ആദ്യം നമ്മളൊന്ന് പറയുമ്പോൾ റിയ ഇങ്ങനെയാണ്, പിന്നീട് അവൾക്ക്. നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യത്തില്ല ആ പേര്. സോ ഷീ എന്നതൊരു പ്രോനൗൺ ആണ്. വേറെ എന്തെങ്കിലും ഒരു പ്രോനൗൺ ഉണ്ടോ നൗണിന് പകരം? ഈ നെക്ലേസ് ഒരു നൗൺ ആണ്. അതിന് പകരം എന്തെങ്കിലും ഉണ്ടോ? ഷീ ഫൗണ്ട് എ ബ്യൂട്ടിഫുൾ നെക്ലേസ് ഇൻസൈഡ് ഇറ്റ്. ഏതിനകത്ത്? ഇൻസൈഡ് ഇറ്റ് എന്ന് പറയുമ്പോൾ വുഡൻ ബോക്സ് എന്ന് ഞാൻ പിന്നെയും എഴുതിയില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്തു ഇറ്റ് എന്ന് പറഞ്ഞൊരു പ്രോനൗൺ. എവിടെ അവൾ കണ്ടുപിടിച്ചു? വുഡൻ ബോക്സിൽ. വുഡൻ ബോക്സ് എന്ന് റിപ്പീറ്റ് ചെയ്യാതെ ഞാൻ അവിടെ പ്രോനൗൺ കൊടുത്തു ഇറ്റ്. വേറെ ഒരു ഇറ്റ് ഉണ്ടല്ലോ അല്ലേ? ഈ ഇറ്റ് എന്താണ്? ഈ നെക്ലേസ് എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ ഞാൻ ഇവിടെ ഒരു ഇറ്റ് യൂസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ഇതൊക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്. വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻസ്. ആ വേർബ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആഡ്വേർബ്. നൗൺ എന്ന് പറഞ്ഞാൽ നെയിം, പ്ലേസ്, തിങ്, ആനിമൽ ഇവരൊക്കെ നൗൺ വരും. ആ നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് പ്രോനൗൺ. ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്ത് ഭയങ്കര കുളിർമ കൊള്ളിച്ച് സന്തോഷിപ്പിക്കുന്ന സാധനമാണ് ആഡ്ജക്റ്റീവ്. റെഡ്, ബ്യൂട്ടിഫുൾ ഇവരൊക്കെ ആഡ്ജക്റ്റീവ്. അങ്ങനെ എന്തെങ്കിലും നൗണിനെ കുറച്ചുകൂടെ അങ്ങോട്ട് പൊലിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? Ria quickly opened the wooden box, smiled happily. She found a beautiful necklace. Adjective. നമ്മുടെ ഈ നെക്ലേസിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് നോട്ട് എ ഓർഡിനറി നെക്ലേസ്. ഭയങ്കര സുന്ദരമായ നെക്ലേസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ്? സർപ്രൈസ് നൗൺ ആണ് അല്ലേ? വെറുതെ ഇങ്ങനെ സർപ്രൈസ് ആയതാണ്. ഗ്രേറ്റ് സർപ്രൈസ്, അങ്ങ് ഭയങ്കര സർപ്രൈസ്. പിന്നീട് ബോക്സ് ഒരു നൗൺ ആണ്. എന്ത് ബോക്സാ? സ്റ്റീൽ ബോക്സാ? എന്ത് ബോക്സ്? വുഡൻ ബോക്സ്. അപ്പം വുഡൻ ബോക്സ്. വുഡനും ഒരു ആഡ്ജക്റ്റീവ്. ഓക്കെ, ഇനി പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇൻ, അണ്ടർ, അബവ് ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻ. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നമ്മുടെ നെക്ലേസ് എവിടെയാണ് ഇരിക്കുന്നത്? വുഡൻ ബോക്സിന്റെ അകത്ത്, ഇൻസൈഡ്. ഇതൊരു പ്രിപ്പോസിഷൻ ആണ്, ഇൻസൈഡ്. വേറെന്തെങ്കിലും? എവിടെ നിന്ന്, അങ്ങനെ എന്തെങ്കിലും? അറ്റ്. അറ്റ് ഇസ് എ പ്രിപ്പോസിഷൻ.
ടൈം ഒക്കെ പറയാൻ നമ്മൾ അറ്റ് എന്നുള്ള പ്രിപ്പോസിഷനായി യൂസ് ചെയ്യുന്ന അണ്ടർ, ഇൻസൈഡ്, എബവ്, ബിറ്റ്വീൻ, ഇവരൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. നമ്മൾ ആ വസ്തു എവിടെയാണോ, എങ്ങനെയാണോ, ഒരാൾ എവിടെയാണെന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് പ്രിപ്പോസിഷൻ ആണ്. എക്രോസ്, ബിഹൈൻഡ്, എബവ്, ബിലോ, ഇവരൊക്കെ പ്രിപ്പോസിഷൻസ് ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു ഐഡിയാസിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ടു ഐഡിയാസ് ആകാം, അല്ലെ ടു സെന്റൻസസ് ആകാം, അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വേർഡ്സ് ആണ് കൺജങ്ഷൻ. മെയിൻ ആയിട്ട് നമുക്കറിയാവുന്ന കൺജങ്ഷൻ ആൻഡ് ഇസ് എ വെരി കോമൺലി യൂസ്ഡ് കൺജങ്ഷൻ. ബട്ട് ഈസ് എ കൺജങ്ഷൻ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് കൺജങ്ഷൻ? ഒരുപാട് കൺജങ്ഷൻ ഉണ്ട്. യെറ്റ്, ഇവരൊക്കെ കൺജങ്ഷൻസ് ആണ്. രണ്ട് ഐഡിയാസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന വൈൽ ഒരു കൺജങ്ഷൻ ആണ്. ബിക്കോസ് ഒരു കൺജങ്ഷൻ ആണ്. രണ്ട് ഐഡിയാസിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഐ ഡിഡ്ന്റ് ഗോ ടു സ്കൂൾ ബിക്കോസ് ഐ വാസ് സിക്ക്. ഞാൻ സ്കൂളിൽ പോയില്ല കാരണം ഞാൻ സിക്കായിരുന്നു. ഐ ലൈക്ക് ടീയും ഐ ലൈക്ക് കോഫി. എനിക്ക് ടീയും ഇഷ്ടമാണ്, കോഫി ഇഷ്ടമാണ്. അതിനെ എങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും? ഐ ലൈക്ക് ടീ ആൻഡ് കോഫി. അതേപോലെ ഇവിടെ കൺജങ്ഷൻ ഏതാണ്? ഒന്ന് ഗസ് ചെയ്തേ. She found a beautiful necklace inside it, but nobody knew where it came from. So, but is a conjunction here. ഈ രണ്ട് ഐഡിയാസിനെ ജോയിൻ ചെയ്യിപ്പിച്ച കൺജങ്ഷൻ ഏതാണ്? ബട്ട്. ഓക്കെ, ഇനിയും ഇന്റർജെക്ഷൻ. ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്റർജെക്ഷൻ സർപ്രൈസ് ആയിക്കട്ടെ. ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വാവ്, ഹുറേ, അലാസ് എന്നൊക്കെ പറയുന്ന വേർഡ്സ് നിങ്ങൾ ഇംഗ്ലീഷ് സ്റ്റോറി വായിക്കുമ്പോഴോ നോവൽസ് വായിക്കുമ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഇന്റർജെക്ഷൻ ആണ്. ഇവിടെ ആരാണ്? നെക്ലേസ് കണ്ടപാടെ എവ്രി വൺ സെഡ് വാവ് വിത്ത് ഗ്രേറ്റ് സർപ്രൈസ്. സോ ഇന്റർജെക്ഷൻ ഇസ് വാവ്. അപ്പൊ ഇതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്. റിയയുടെ കഥയിലൂടെ പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പിള്ളേരെ. വെർബ്, ആഡ്വർബ്, നൗൺ, പ്രോനൗൺ, ആഡ്ജക്റ്റീവ്, പ്രപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ, ആഡ്വർബ് എന്ന് പറഞ്ഞാൽ അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ, നൗൺ, പ്രോനൗൺ, നൗണിന് പകരം യൂസ് ചെയ്യുന്നു, ആഡ്ജക്റ്റീവ്, നൗണിനെ ഒന്നങ്ങ് ബ്യൂട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രിപ്പോസിഷൻ ഇങ്ങനൊക്കെ ഓർത്താൽ മതി. അണ്ടർ, അക്രോസ്, ബിറ്റ്വീൻ, ഇവരൊക്കെ പ്രിപ്പോസിഷൻ ആണ്. കൺജങ്ഷൻ ജോയിനിങ്, ഇന്റർജെക്ഷൻ. സോ ഇതാണ് പാർട്സ് ഓഫ് സ്പീച്ച്. വളരെ ഈസി ആയ ടോപ്പിക്കാണ്, പക്ഷെ മിക്കവർക്കും ഡൗട്ട് വരുന്ന ടോപ്പിക്കാണ്. സോ ഇതിന്റെ ഫർദർ ആയിട്ട് നമുക്ക് ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. ഇനി ഞാൻ സ്പോട്ട് ചെയ്യാം, നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. സോ ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് റീലും ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് എന്തെങ്കിലും PSC ക്വസ്റ്റ്യൻസ് ഉള്ളെങ്കിൽ അത് വെച്ച് റീലും വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. താങ്ക് യു.